അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തുൽ ഫാത്തിഹ ഒന്നാം അധ്യായമാണ്. 7 ആയത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത്. പ്രാരംഭം എന്ന് അർത്ഥം പറയാം. മക്കയിലാണ് സൂറത്തുൽ ഫാത്തിഹ അവതരിച്ചത്. ഒന്നാമത്തെ ജുസ്. വിശുദ്ധ ഖുർആനിൽ ആദ്യം വായിക്കപ്പെടുന്നതും മുസ്ഹഫുകളിൽ ഒന്നാമതായി എഴുതപ്പെടുന്നതുമായ സൂറത്ത്, അധ്യായം എന്ന നിലയ്ക്ക് ഇതിന് സൂറത്തുൽ ഫാത്തിഹ എന്ന്, പ്രാരംഭം എന്നും, ഫാത്തിഹത്തുൽ കിതാബ് അഥവാ വേദഗ്രന്ഥത്തിൻ്റെ പ്രാരംഭം എന്നും പറയപ്പെടുന്നു. ഖുർആൻ്റെ മൂലം അഥവാ കേന്ദ്രം എന്ന അർത്ഥത്തിൽ ഉമ്മുൽ ഖുർആൻ എന്നും ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ എന്നും പേരുണ്ട്. അള്ളാഹുവിൻ്റെ അത്യുത്കൃഷ്ടങ്ങളായ വിശേഷണ നാമങ്ങൾ, ഏകദൈവ സിദ്ധാന്തം, തൗഹീദ്, മരണാനന്തര ജീവിതം, പ്രതിഫല നടപടി തുടങ്ങിയ മൗലിക സിദ്ധാന്തങ്ങൾ, കർമ്മപരവും സന്മാർഗികവുമായ നിയമനിർദ്ദേശങ്ങൾ, ചരിത്ര സംഭവങ്ങൾ ആദിയായ വിഷയങ്ങളാണ് ഖുർആനിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ. ഇവയുടെ എല്ലാം ഒരു സാരാംശം ഈ സൂറത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇതത്രേ ഈ 2 പേരുകളെയും സൂചിപ്പിക്കുന്നത്. ഉമ്മ് എന്ന പദത്തിന് ഉത്ഭവസ്ഥാനം, കേന്ദ്രം, പ്രധാന ഭാഗം, സങ്കേതം, മാതാവ്, മർമ്മം എന്നൊക്കെ സന്ദർഭം പോലെ അർത്ഥങ്ങൾ വരുന്നതാണ്. മേൽക്കണ്ട പേരുകൾക്ക് പുറമെ ഹദീഥുകളിലും സ്വഹാബികളും താബികളുമായ മഹാന്മാരുടെ മൊഴികളിലുമായി വേറെയും പല പേരുകൾ ഈ സൂറത്തിന് പറയപ്പെട്ടു കാണാം. എല്ലാം തന്നെ ഇതിൻ്റെ ഓരോ തരത്തിലുള്ള പ്രാധാന്യവും ശ്രേഷ്ഠതയും ചൂണ്ടിക്കാട്ടുന്നു. ഖുർആനിക വിജ്ഞാനങ്ങളുടെ മൗലിക വശങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന നിലക്ക് അസാസുൽ ഖുർആൻ, ഖുർആൻ്റെ അസ്ഥിവാരം എന്നും, മനസ്സിരുത്തി പഠിക്കുകയും വിശദ വിവരങ്ങൾ തുടർന്ന് അന്വേഷണം നടത്തുകയും ചെയ്യുന്നവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഈ സൂറത്ത് തന്നെ മതിയാകുമെന്ന അർത്ഥത്തിൽ കാഫിയ, അൽ കാഫിയ, മതിയായത് എന്നും, വിജ്ഞാനമൂല്യങ്ങളുടെ നിക്ഷേപം എന്ന അർത്ഥത്തിൽ കൻസ് എന്ന പേരുകൾ അവയിൽ ചിലതാണ്. കൂടാതെ ഇതിൻ്റെ തുടക്കം അള്ളാഹുവിൻ്റെ മഹൽ ഗുണങ്ങളെ എടുത്തുകാട്ടിക്കൊണ്ടുള്ള സങ്കീർത്തന സ്തുതിഗീതമായതുകൊണ്ട് തന്നെ സൂറത്തുൽ ഹംദ്, സ്തുതികീർത്തനത്തിൻ്റെ അധ്യായം, അവസാന ഭാഗം പ്രാർത്ഥനാ രൂപത്തിലാകയാൽ സൂറത്തു ദുആ, പ്രാർത്ഥനയുടെ അധ്യായം എന്നും, നമസ്കാരത്തിൽ ഒഴിച്ചുകൂടാത്തതാകയാൽ സൂറത്തു സ്വലാത്ത്, നമസ്കാരത്തിൻ്റെ അധ്യായം എന്നിങ്ങനെയും ഇതിന് പേരുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ മക്ക ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്നാണ് ശരിയായ അഭിപ്രായം. അള്ളാഹു പറയുന്നു, ഖാല അല്ലാഹു തആല ഫിൽ ഖുർആനിൽ കരീം, സൂറത്തുൽ ഹിജ്റിലെ 87-ാമത്തെ ആയത്ത്, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അളീം. തീർച്ചയായും ആവർത്തിത വചനങ്ങളിൽപ്പെട്ട 7 മഹത്തായ ഖുർആനും നാം നിനക്ക് നൽകിയിട്ടുണ്ട്. ഹിജ്റിലെ 87-ാമത്തെ ആയത്താണ്. 7 ആവർത്തിത വചനങ്ങൾ അസ്സബുൽ മസാനി എന്ന് പറഞ്ഞിരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയെ ഉദ്ദേശിച്ചാണെന്ന് ഇമാം അഹ്മദ്, ബുഖാരി റഹ്മഹുല്ലാ മുതലായവർ അബൂ സഈദ് ബിനുൽ മുഅല്ല റളിയല്ലാഹു അൻഹുവിൽ നിന്ന് രേഖപ്പെടുത്തിയ ഒരു നബി വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. സൂറത്തുൽ ഫാത്തിഹ 7 ആയത്ത് സൂക്തമാണെന്നതിൽ ഭിന്നാഭിപ്രായമില്ല. 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങളിലായി ഓരോ മുസ്ലിമും 17 പ്രാവശ്യം അത് ദിനം പ്രതി പാരായണം ചെയ്യേണ്ടതുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങളിലും മറ്റുമായി ദശക്കണക്കിലും ശതകണക്കിലും വേറെയും ആവർത്തിക്കപ്പെടുന്നു. 7 ആവർത്തിത വചനങ്ങൾ എന്ന് ഈ സൂറത്തിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെയും ഈ വചനത്തിൽ ഒരു സൂറത്തിനെ പ്രത്യേകം എടുത്തു പറഞ്ഞതിൻ്റെയും രഹസ്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. സൂറത്തുൽ ഹിജ്ർ മക്കി സൂറത്തുകളിൽ പെട്ടതാണെന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ ഈ സൂറത്ത് അതിനു മുമ്പ് തന്നെ അവതരിപ്പിച്ചിരിക്കുമല്ലോ. അൽ മസാനി, ആവർത്തിതങ്ങൾ എന്ന വാക്കിന് വേറെ നിലക്കും വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി യഥാസ്ഥാനത്ത് വെച്ച് വിവരിക്കാം ഇൻഷാ അല്ലാഹ്. അബൂ സഈദ് ബിനുൽ മുഅല്ല റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള മേൽ സൂചിപ്പിച്ച ഹദീസിൽ ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്ത് ഞാൻ തനിക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു കണ്ടത്രേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ഫാത്തിഹയാണ് എന്നും അതാണ് 7 ആവർത്തിത വചനം എന്നും
പറഞ്ഞു കൊടുത്തിരുന്നത്. അഹ്മദ്, തിർമിദി റഹ്മഹുല്ലാ മുതലായവർ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വഴി ഉദ്ധരിച്ച വേറൊരു ഹദീസിൽ തൗറാത്താകട്ടെ, ഇഞ്ചീലിലാകട്ടെ, സബൂറിലാകട്ടെ, ഫുർഖാനിലാകട്ടെ ഇതുപോലൊരു സൂറത്ത് അവതരിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചതായും വന്നിരിക്കുന്നു. അബൂ ഹുറൈറ റഹ്മഹുല്ലാ ഉദ്ധരിച്ച നബി വചനം ഇപ്രകാരമാകുന്നു: ഉമ്മുൽ ഖുർആൻ ഓതിയിട്ടില്ലാത്ത വല്ല നമസ്കാരവും ആരെങ്കിലും നമസ്കരിച്ചാൽ അത് അപൂർണമാണ്, അത് അപൂർണമാണ്, അത് അപൂർണമാണ്. 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഫാത്തിഹത്തുൽ കിതാബ് ഓതാത്തവന് നമസ്കാരമില്ല എന്ന് മറ്റൊരു നബി വചനവും ഇബാദത്തു സ്വാമിത് റളിയല്ലാഹു അൻഹു നിന്ന് ബുഖാരിയും മുസ്ലിമും റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഹദീസുകളെ അടിസ്ഥാനമാക്കിയാണ് നമസ്കാരത്തിൽ ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതൽ നിർബന്ധമാണെന്ന് മാലിക്കി, ഷാഫിഈ, അഹ്മദ് റഹ്മത്തുള്ളാഹി മുതലടക്കം ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നതും ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും സംബന്ധിച്ച് ഇനിയും പലതും ഉദ്ധരിക്കാനുണ്ടെങ്കിലും കൂടുതൽ ഉദ്ധരിപ്പിച്ച് ദീർഘിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ അതിൻ്റെ ബാക്കി തുടരാം.